തൃശൂർ അതിരപ്പള്ളിയിൽ അമ്പലത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അമ്പലത്തിൽ കയറിയ ആനകൾ ശ്രീകോവിലിന്റെ കട്ടളയും തൊട്ടടുത്തുള്ള ഓഫീസിന്റെ വാതിലുകളും തകർത്ത് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. നിരന്തരമായുള്ള കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇതിനുമുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിപ്പോൾ ശ്രീകോവിലിന്റെ കട്ടള വരെ തൊട്ടടുത്തുള്ള ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ് എന്ന് വേണ്ട ഓഫീസ് മൊത്തം നശിപ്പിച്ച് 2 ഡോറും തകർന്നത്, എല്ലാ ശ്രീകോവിലിന്റെ കോവിൽ തകർത്തു, എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫാക്ടറി തൊട്ടടുത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സ്, അമ്പലത്തിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണേ. എങ്കിലും ഇപ്പോഴും വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഇതിനെന്തായാലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, എന്തായാലും കടുത്തൊരു തീരുമാനം ഇതിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഞങ്ങൾ പറയണത്, ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമാരി ഉണ്ടായിരുന്നത് ഇതുവരെ റോഡ് സൈഡിൽ കിടന്ന ഇങ്ങനത്തെ ഒരു സംവിധാനം വരെ ഇവിടെ ഈ ഫോറസ്റ്റുകാരും മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ട് ഒരു ഉപകാരം ഇല്ല എന്ന് വെച്ചാൽ അവർ പിന്നെ എന്തിനാണ് RRT മറ്റൊരു അങ്ങനെ ഓരോ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു രാത്രി ഒരു സംവിധാനം ഇവിടെ നോക്കണ്ടേ? ഇതുവരെ ലൈറ്റും കാര്യങ്ങളും ഫാക്ടറി തൊട്ടടുത്തുള്ള അമ്പലമാണത്. അതിനിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് 3-4 ക്വാർട്ടേഴ്സ് ഒക്കെ നശിപ്പിച്ച് കളയാന്ന് വെച്ചത് ബാക്കി എന്ത് സംരക്ഷണം ഇവിടെ കൊടുക്കണേ? അമ്പലത്തിനോട് ചേർന്നുള്ള രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് അകത്ത് കയറിയ കാട്ടാനക്കൂട്ടം വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. 1 മാസം മുൻപ് തൊട്ടടുത്ത പള്ളിയും കാട്ടാനക്കൂട്ടം ആക്രമിച്ചിരുന്നു. ആന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TSR ക്വാർട്ടേഴ്സ്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. ആനപ്പേടി മൂലം ഈ ഭാഗത്തുള്ള തൊഴിലാളികൾ രാത്രി വെറ്റിലപ്പാറ ഭാഗത്ത് വാടക വീടുകളിലാണ് താമസം. ഇതുമൂലമാണ് ആളപായം ഒഴിവായത്. ലയങ്ങൾ ആന നശിപ്പിക്കാതിരിക്കുന്നതിന് ലയങ്ങൾക്ക് ചുറ്റും പവർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാനേജ്മെന്റിനോട് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പവർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ജനം, തൃശൂർ.